അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ഉൽഹിയ്യത്ത് അറുക്കൽ മുഅക്കദായ സുന്നത്താണ്, വളരെ ശക്തമായ സുന്നത്താണ്. അത് ആർക്കാണ് അത് മുഅക്കദായ സുന്നത്തുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, അതിന് കഴിവുള്ള, സ്വതന്ത്രനായ എല്ലാ മുസ്ലിമിനും ഉൽഹിയ്യത്തറുക്കൽ മുഅക്കദായ സുന്നത്താണ്. അതുകൊണ്ട് കഴിവുള്ള ആൾ ഉൽഹിയ്യത്തറുക്കാതിരിക്കൽ കറാഹത്താണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടത്തിൽ എത്രയോ ആളുകൾ കറാഹത്ത് ചെയ്യുന്നവരുണ്ട്. കാരണം അവർക്ക് ഉൽഹിയ്യത്തിന് കഴിവുള്ളവരായിരിക്കും. ഉൽഹിയ്യത്തിന് കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മിൽപ്പെട്ട പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെയല്ല. ഉൽഹിയ്യത്തിന് കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു സാമ്പത്തിക ശേഷിയൊന്നും അതിൻ്റെ ആവശ്യമില്ല. പെരുന്നാൾ ദിവസവും പെരുന്നാൾ കഴിഞ്ഞ രാത്രിയും തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ചെലവും കഴിച്ച് എന്ത് അവൻ്റെ അടുത്ത് ബാക്കിയുണ്ടായാലും അവർക്കൊക്കെയും ഉൽഹിയ്യത്തറുക്കൽ മുഅക്കദായ സുന്നത്താണ്. ഈ രൂപത്തിൽ കഴിവില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുമോ? ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ ഏകദേശം ആളുകളും, ഒരു വലിയ ശതമാനം ആളുകൾ ഉൽഹിയ്യത്തിന് കഴിവുള്ള ആളുകളാണ്. ഇന്ന് ഒരു ഷെയർ നാം ചേരുകയാണെങ്കിൽ, ഒരു പോത്തിനെയോ കുട്ടനെയോ അറുക്കുന്ന നേരത്ത് നാം ഒരു ഷെയർ ചേരുകയാണെങ്കിൽ 10,000 റുപ്യ ഏറ്റവും ചുരുങ്ങിയത് വേണം. 10,000 രൂപ 7 ആളുകൾ ഇറക്കുമ്പോൾ. അപ്പം 10,000 രൂപ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനത്തെ എത്രയോ 10,000 ഉണ്ടാകും. ഇതിന് മാത്രം എങ്ങനെയാണ് ഇല്ലാണ്ടിരിക്കുന്നത്? അവൻ തനിക്കും താൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമായവർക്കും ആവശ്യമായ പെരുന്നാളിൻ്റെ അന്ന് പകൽ, പെരുന്നാൾ കഴിഞ്ഞ രാത്രി അവർക്കാവശ്യമായ ചെലവും കഴിച്ച് എന്ത് ബാക്കിയുണ്ടായാലും അത് കൊടുത്തുകൊണ്ടെങ്കിലും നാം ഉൽഹിയ്യത്തറുക്കൽ മുഅക്കദായ സുന്നത്താണ് എന്ന കാര്യം നാം ആരും മറന്നു പോകരുത്. കാരണം നാം പലതിനു വേണ്ടിയും പൈസ ചെലവാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തായ കാര്യമാണ് ഉൽഹിയ്യത്ത്. ഇക്കാര്യം എല്ലാവരും, പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് ഉൽഹിയ്യത്തിൽ ഷെയർ ചെയ്യാം, പങ്കുചേരാം. ഇനി ഉൽഹിയ്യത്തിന് സാധിക്കുന്ന ആളുകൾ അത് അറുക്കാതിരിക്കൽ കറാഹത്താണ്, അവർ ഷെയർ ചെയ്യാതിരിക്കൽ കറാഹത്താണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉൽഹിയ്യത്തറുക്കൽ മുഅക്കദ അത് സുന്നത്ത് ഐനാണ്. ഒരു വ്യക്തിക്ക് സുന്നത്ത് ഐന്. ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്ത് കിഫായയാണ്. ഫർള് ഐന് എന്ന് പറഞ്ഞതുപോലെ സുന്നത്ത് ഐനുണ്ട്, ഫർള് കിഫായ എന്ന് പറഞ്ഞതുപോലെ സുന്നത്ത് കിഫായയും ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉൽഹിയ്യത്തറുക്കൽ സുന്നത്ത് ഐനാണ്. ഒരു വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൽഹിയ്യത്തറുക്കൽ സുന്നത്ത് കിഫായയാണ്. അപ്പം വീട്ടുകാരിൽപ്പെട്ട ഒരാൾ അറുത്താൽ തന്നെ മറ്റുള്ളവരെ തൊട്ട് കറാഹത്ത് ഒഴിവാകുന്നതാണ്. മുഅക്കദായ സുന്നത്തായതുകൊണ്ട് അത് കഴിവുള്ള ആളുകൾ അറുക്കാതിരിക്കൽ കറാഹത്താണെന്ന് നാം പറഞ്ഞു. അതുകൊണ്ട് വീട്ടുകാരിൽപ്പെട്ട ഒരാൾ അറുത്താൽ തന്നെ മറ്റുള്ള ആളുകളെ തൊട്ട് കറാഹത്ത് ഒഴിവാകും. ഉൽഹിയ്യത്തറുക്കുമ്പോൾ നിയ്യത്ത് നിർബന്ധമാണ്. നമ്മിൽപ്പെട്ട പല ആളുകളും ഉൽഹിയ്യത്തറുക്കാൻ വേണ്ടി മുന്നോട്ട് വരാൻ നല്ല ഉഷാറാണ്. പക്ഷേ നിയ്യത്തിൻ്റെ കാര്യം നമ്മിൽപ്പെട്ട പല ആളുകളും ശ്രദ്ധിക്കാറില്ല. ഉൽഹിയ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന വ്യക്തികളും കമ്മിറ്റിക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അവരോടൊക്കെ നാം നിയ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറയണം. അപ്പം നിയ്യത്ത് ചെയ്തില്ലെങ്കിൽ ഒരു അമലും ശരിയാവില്ലല്ലോ. അപ്പോൾ ഉൽഹിയ്യത്ത് അറുക്കുമ്പോൾ ഇതെൻ്റെ സുന്നത്താക്കപ്പെട്ട ഉൽഹിയ്യത്താണ് എന്ന് കരുതൽ, സുന്നത്തായ ഉൽഹിയ്യത്തിൽ അത് നിർബന്ധമല്ലേ. ഒന്നിക്കണ്ട ഉൽഹിയ്യത്ത് അറുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഏൽപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനായൊരു മൃഗത്തെ നിർണ്ണയിക്കുന്ന സമയത്ത് എന്താണ്? നിയ്യത്ത് നിർബന്ധമാണ്. ആ കാര്യം നാം എല്ലാവരും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സദക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സദക്കയാണ് ഉൽഹിയ്യത്ത്. ഇനി ഉൽഹിയ്യത്തിന് പറ്റാത്ത മൃഗങ്ങൾ ഏതൊക്കെയാണ്? മെലിഞ്ഞ മൃഗങ്ങൾ, വളരെ മെലിഞ്ഞ മൃഗങ്ങൾ ഉൽഹിയ്യത്തിന് പറ്റൂല. അതുപോലെ വാല് മുറിഞ്ഞത്, ചെവി മുറിഞ്ഞത്, അത് അല്പമാണെങ്കിലും അതൊന്നും പറ്റൂല. അതുപോലെ ഗർഭിണികൾ,
ആണുവർഗത്തിലും പെണ്ണുവർഗത്തിലുമുള്ള മൃഗങ്ങളെ നമുക്ക് ഒതുക്കിയെത്തറുക്കാം. എന്നാൽ പെണ്ണുവർഗമാകുമ്പോൾ അത് ഗർഭിണിയാകാൻ പാടില്ല, ഗർഭിണി പറ്റൂല. എന്നാൽ ഇബ്നു റിഫാ റളിയല്ലാഹു അൻഹു പറയുന്നത് ഗർഭിണിയും പറ്റും എന്നാണ്. അത് പ്രബലമായ അഭിപ്രായം അല്ല. പ്രബലമായത് ഗർഭിണിയായ മൃഗം പറ്റുകയില്ല എന്നാണ്. അതുപോലെ നാവ് മുറിഞ്ഞത്, അകിട് മുറിഞ്ഞത്, പല്ല് കൊഴിഞ്ഞു പോയത്, മുടന്തുള്ളത്, ചട്ടയുള്ളത്, അതുപോലെ രോഗമുള്ള മൃഗങ്ങൾ, അതുപോലെ ചൊറിയുള്ളത്, അടുത്ത് പ്രസവിച്ചത്. പെണ്ണുവർഗത്തിലുള്ളത് പറ്റും, പ്രസവിച്ചതും പറ്റും, പക്ഷേ അടുത്ത് പ്രസവിച്ചത് പറ്റൂല. എന്നാൽ ഒളിയത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ മൃഗം ഏതാണ്? ആണുവർഗത്തിലുള്ള നല്ല ഭംഗിയുള്ള തടിച്ച കൊമ്പുള്ള വെള്ള നിറത്തിലുള്ള മൃഗങ്ങളാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ആണുവർഗത്തിൽപ്പെട്ട മൃഗമാവുക, അതുപോലെ നല്ല ഭംഗിയുള്ളതാവുക, തടിച്ചതാവുക, കൊമ്പുള്ളതാവുക. ഇനി നിറത്തെ ഏറ്റവും അഫ്ളലായത് വെള്ള നിറമാണ്. വെള്ള നിറം കഴിഞ്ഞാലാണ് പിന്നെ മഞ്ഞ നിറം, പിന്നെയാണ് ചുവപ്പ് നിറം, പിന്നെയാണ് കറുപ്പ് നിറം. അപ്പോൾ ഏറ്റവും നല്ലത് വെള്ളയാണ്, പിന്നെ മഞ്ഞയാണ്, പിന്നെ ചുവപ്പാണ്, പിന്നെ കറുപ്പാണ്. എന്നാൽ ഒളിയത്ത് മുഅക്കദ സുന്നത്താണ് എന്ന് നാം പറഞ്ഞു. എന്നാൽ ഒളിയത്ത് നിർബന്ധമാകുന്നത് എപ്പോഴാണ്? അത് നേർച്ചയാക്കുമ്പോൾ അത് നിർബന്ധമാണ്. നേർച്ചയാക്കിയാൽ ഒളിയത്ത് നിർബന്ധമായി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ മാംസം മുഴുവനും സദക്കാ ചെയ്യൽ നിർബന്ധമാണ്. ഏതുപോലെ ഒരാൾ മറ്റൊരാളെ ഒളിയത്തിൽ വക്കാലത്താക്കി, നിങ്ങളൊരു ഒളിയത്തറുക്കണം, ഒരാടിനെ അല്ലെങ്കിൽ ഒരു പശുവിനെ ഒളിയത്തറുക്കണം എന്ന് എന്ന് വക്കാലത്താക്കി. എന്നാൽ വക്കാലത്താക്കപ്പെട്ട വക്കീൽ എന്നാൽ അത് ഏറ്റെടുത്ത ആളുണ്ടല്ലോ, അയാളെ സംബന്ധിച്ചിടത്തോളം എന്നെ അയാൾ വക്കാലത്താക്കിയതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് മറ്റയാൾ സമ്മതമില്ലാതെ ഇവന് അതിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം പോലും എടുക്കാൻ പാടില്ല. നേർച്ചയാക്കിയ മൃഗത്തിൻ്റെ മാംസം ഉടമക്കാരൻ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ വക്കാലത്താക്കപ്പെട്ട ഒരാൾക്ക് വക്കീലിന് അതിൻ്റെ അല്പം മാംസം പോലും അതിൻ്റെ ഉടമക്കാരൻ്റെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല. എന്നാൽ ഒളിയത്തിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം പോലും വിൽപ്പന നടത്താൻ പാടില്ല, അതുപോലെ നശിപ്പിക്കരുത്. അതുപോലെ അതിൻ്റെ അറവുകാരന് കൂലിയായിട്ട് അതിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല. അതിൻ്റെ തോല് പോലും സദഖയായിട്ട് കൊടുക്കുക എന്നല്ലാതെ അതിൻ്റെ കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ്. അതുപോലെ ഒളിയത്തിൻ്റെ മാംസം മറ്റ് രാജ്യങ്ങളിലേക്ക് നക്കൽ ചെയ്യുക, മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കുക, അത് പാടില്ല. മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റിയാക്കാൻ പാടില്ല. ഒളിയത്തിൻ്റെ മാംസം ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കുന്ന സമയത്ത് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അല്പമെങ്കിലും നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്തതിന് ശേഷം, സദക്കാ ചെയ്തതിന് ശേഷമേ കൊടുത്തേക്കാൻ പാടുള്ളൂ. ഒന്നായിട്ട് അങ്ങനെ കൊടുത്തേക്കാൻ പാടില്ല. അതുപോലെ നിർബന്ധമായ വാജിബായ ഒളിയത്താണെങ്കിൽ അത് തീരെ കയറ്റിയേക്കാൻ പാടില്ല. അത് നമ്മുടെ നാട്ടിൽ തന്നെ അതിൻ്റെ മാംസം സദക്കാ ചെയ്യേണ്ടതാണ്. ഇനി സുന്നത്തായ ഒളിയത്താണെങ്കിൽ അതിൻ്റെ അല്പമെങ്കിലും നമ്മുടെ നാട്ടിൽ പച്ചയായിട്ട് സദക്കാ ചെയ്തതിന് ശേഷം പിന്നെ കൊടുത്തേക്കുന്നതിനില്ല മറ്റു നാടുകളിലേക്ക്. ഇനി പെണ്ണുമൃഗത്തിൽപ്പെട്ട മൃഗമാകുമ്പോൾ അതിൻ്റെ പാല് കുടിക്കൽ, ഒളിയത്തിൻ്റെ മൃഗമാകുമ്പോൾ അതിൻ്റെ പാല് കുടിക്കൽ ജായിസാണ്. പക്ഷേ അത് കറാഹത്താണ്, കറാഹത്തോടു കൂടിയുള്ള ജായിസാണ്. ഇനി ഒളിയത്തിൻ്റെ മാംസം അത് മുസ്ലിമീങ്ങളായ ആളുകൾക്ക് മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ. അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് അതിൻ്റെ മാംസം വിതരണം ചെയ്യാൻ പാടില്ല. അത് അവരോടുള്ള വർഗീയത കൊണ്ടല്ല, അത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്. നാം നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഇമാമായിട്ട് നമ്മുടെ ഉമ്മയെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ നിർത്താൻ പാടില്ല. അങ്ങനെ ഇമാമായി നമ്മുടെ ഉമ്മയെ നിർത്തിക്കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹല്ല എന്ന് പറയുന്നത് അത് മതത്തിൻ്റെ ഒരു നിയമമാണ്. ഉമ്മയോടുള്ള വർഗീയത കൊണ്ടോ ഉമ്മയോടുള്ള വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നുമല്ല. എന്ന് പറഞ്ഞതുപോലെ അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഒളിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മതത്തിൻ്റെ ഒരു നിയമമാണ്. എല്ലാ മതത്തിലും ഇവിടെ നിയമമുണ്ട്. ആ നിയമത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല. അപ്പം മതത്തിൻ്റെ ഒരു നിയമമാണ്, അവരോടുള്ള വർഗീയത കൊണ്ടല്ല. ഇനി പെരുന്നാൾ ദിവസം തന്നെ നാം ഒരു മൃഗത്തെ അറുത്തു,
ഒളിയത്തിൻ്റെ നിയത്തൊന്നുമില്ല. ആ മൃഗത്തിൻ്റെ മാംസം മുഴുവനും അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് വിതരണം ചെയ്താൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്ന് നമുക്ക് കൂലി ലഭിക്കും. കാരണം സദക്ക എന്ന് പറയുന്നത് ആർക്കും അത് ചെയ്യാവുന്നതാണ്, ആർക്കും അതിൻ്റെ മാംസം നൽകാവുന്നതാണ്. ഇനി ഒളിയത്തിൻ്റെ മാംസം അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് നൽകിക്കൂടാ, അത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒളിയത്തിന് കുറേ സുന്നത്തായ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒളിയത്ത് അറക്കാൻ ഉദ്ദേശിച്ച ഒരാൾ ദുൽഹിജ്ജ മാസം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ നഖമോ മുടിയോ അതുപോലെ ബ്ലഡോ ഒന്നും നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്തുണ്ട്. അവൻ ഒളിയത്ത് ഇറക്കുന്നവരെ ഞങ്ങൾ നീക്കിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല, അത് സുന്നത്താണ് നീക്കാതിരിക്കൽ. അതുപോലെ പല്ല് പറിക്കുക, ഒളിയത്ത് ഉദ്ദേശിച്ച ഒരാൾ ഇനി ഭയങ്കര വേദന കൊല്ല പല്ല്, അത് പറിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഒളിയത്ത് അറുക്കുമ്പോൾ മറ്റൊരാളെ നാം വെക്കാത്താക്കാതെ നാം സ്വന്തം തന്നെ അറുക്കണം. ആര്? നല്ല ശാരീരിക ബലമുള്ള ആൾ, നല്ല കാഴ്ചശക്തിയൊക്കെ ഉള്ള ആൾ വേറൊരാളെ ഏൽപ്പിക്കാതെ അയാൾ തന്നെ അറുക്കുകയാണ് വേണ്ടത്. ഇനി അറുക്കുന്ന ആൾ പുരുഷനാണെങ്കിലാണ് പറഞ്ഞത്. ഈ നല്ല ശാരീരിക ബലമുള്ള കാഴ്ചയുള്ളൊരു പെണ്ണാണ് ഒളിയത്ത് അറുക്കുന്നതെങ്കിൽ അവൾ സ്വന്തം അറുക്കാതെ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്, വക്കാലത്താക്കുകയാണ് വേണ്ടത്. ഇനി വക്കാലത്താക്കിയ ആൾ അയാളുടെ സ്ഥലത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഉദിയത്ത് പറ്റാണ്ട് പോകുന്നില്ല. പക്ഷേ വക്കാലത്താക്കിയ ആൾ അറുക്കുന്ന സമയത്ത് ആ അറുക്കപ്പെടുന്ന സ്ഥലത്ത് അയാൾ ഹാജരാകൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. പല സ്ഥലത്തും ഈ സുന്നത്ത് അറിയാത്തതിൻ്റെ പേര് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നു. അയാൾ ഏൽപ്പിച്ച് അങ്ങനെ തന്നെ അങ്ങ് പോകും. ഞാൻ ഏതായിരുന്നാലും ഏൽപ്പിച്ചല്ലേ മനസ്സിലാക്കിയിട്ട്. യഥാർത്ഥത്തിൽ ഏൽപ്പിച്ച ആൾ അവിടെ ഹാജരാകൽ എന്താണ്? അത് സുന്നത്താണ്. ഇനി ഒലുഹിയ്യത്ത് അറുക്കുന്ന ഒരാൾ അയാൾ രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലെങ്കിൽ അയാളെ വീട്ടിൽ വെച്ച് അറുക്കലാണ്, അയാളെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരുടെ മുമ്പിൽ വെച്ച് അറുക്കലാണ് സുന്നത്ത്. രാജ്യത്തിൻ്റെ ഭരണാധികാരി അല്ലാത്ത ആൾ വീട്ടിൽ വെച്ച് അവരുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് അറുക്കലാണ് സുന്നത്ത്. അതുപോലെ അറിവിൻ്റെ എല്ലാ സുന്നത്തുകളും ബിസ്മില്ലാഹ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരണം. അതുപോലെ ഒളിയത്ത് അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ് 3 തക്ബീറും ബിസ്മി ചൊല്ലിയതിൻ്റെ ശേഷം 3 തക്ബീറും സുന്നത്താണ്. അത് അങ്ങനെ 6 തക്ബീർ, ബിസ്മിയുടെ മുമ്പ് 3, ശേഷം 6. എന്നിട്ട് അവൻ പറയലും സുന്നത്തുണ്ട്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ്, അല്ലാഹുമ്മ ഹാദിഹി മിങ്ക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറയൽ ചൊല്ലൽ സുന്നത്തുണ്ട്. ഇനി റസൂലുള്ള പറയുന്നുണ്ട്, നിങ്ങളെ ഒളിയത്തിൻ്റെ മൃഗത്തെ നിങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. അത് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സിറാത്ത് പാലം കടക്കുമ്പോൾ നിങ്ങൾക്ക് കടന്നു പോകാനുള്ള മൃഗമാണെന്ന്. അല്ലിമൂ ദഹായാക്കും പൈന്നഹ അല്ല സിറാത്തി മത്തായാക്കും എന്നാണ് റസൂൽ പറഞ്ഞത്. നിങ്ങൾ ഒളിയത്ത് മൃഗത്തിനെ നിങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കണം. അത് സിറാത്ത് പാലത്തിൽ കടന്നു പോകുമ്പോൾ അത് നിങ്ങളുടെ വാഹനമായിരിക്കും. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അതിനെ അറിവിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ മയത്തോടുകൂടി കൊണ്ടുവരാൻ. അതിൻ്റെ വാലൊന്നും പിടിച്ചൊടിക്കാൻ പാടില്ല, അതിനടിക്കാൻ പാടില്ല, അതിന് വെള്ളമൊക്കെ കൊടുക്കണം. നല്ല ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ആയിരിക്കണം അതിനെ കൊണ്ടുവരേണ്ടത്. അത് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വാഹനമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരം നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് ഇനിയും അവസരം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.